അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا رسول الله يا حبيب الله. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ ഖൈറ് നൽകട്ടെ. നമ്മൾ ഓരോ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് ഇപ്പോഴും നൽകി സന്തോഷിപ്പിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം, പൊതുവെ പല തെറ്റുകളെക്കുറിച്ചും വലിയൊരു ഗൗരവമില്ലാത്ത ഒരു രീതിയിലേക്കാണ് ഇന്നത്തെ ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പലിശ ഇന്ന് വലിയ ഒരു പ്രയാസത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ആവശ്യത്തിനും ധൂർത്തിനും എല്ലാം ലോൺ എടുക്കുന്ന, വലിയ തുക പലിശ ഈടാക്കിക്കൊണ്ട് ലോൺ എടുക്കുന്ന ഒരു സ്ഥിതി ഇന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, വീട്ടിൽ താമസിക്കാൻ സൗകര്യങ്ങളില്ലാഞ്ഞിട്ടല്ല. അപ്പുറത്തവൻ്റെ വീട് വലിയതാണ്, അതുപോലെ എൻ്റെ വീടും വലിയതാകണം. അവൻ്റെ മുമ്പിൽ എനിക്കൊരു അന്തസ്സ് വേണം. ആ അന്തസ്സ് കാത്തു സൂക്ഷിക്കൽ എങ്ങനെ? അവനെപ്പോലെ വലിയ വീട് ഉണ്ടാക്കിയിട്ട്, അവനുണ്ടാക്കിയ വീടിൻ്റെയും അതിനെ വെല്ലുന്ന പുതിയ മോഡലിലായി പുതിയ ഒരു പ്ലാൻ റെഡിയാക്കിക്കൊണ്ട് വീട് വെക്കണം. അതിൻ്റെ കാശ് എവിടെ നിന്നാണ് എന്നൊന്നും ആലോചിക്കണില്ല. തൻ്റെ അടുക്കൽ അതിനുള്ള കാശുണ്ടോ എന്നും ആലോചിക്കണില്ല. ഒരുപക്ഷെ ആ ആൾ ചിലപ്പോൾ അയാളുടെ കാശ് കൊണ്ട് തന്നെ ചെയ്തതാകാം. പക്ഷെ അതൊന്നും നോട്ടല്ല. അവനേക്കാൾ വലിയ വീടുണ്ടാക്കണം, ഇങ്ങനെ ഒരു ചിന്ത. അല്ലെങ്കിൽ അവൻ്റെ അടുക്കൽ ഉള്ള വാഹനം അത്രത്തോളം വലിയ വാഹനമല്ല തൻ്റെ അടുക്കലുള്ളത്. അവൻ്റെ വാഹനത്തെക്കാൾ വലിയൊരു വാഹനം വാങ്ങണം, അതിന് ലോൺ എടുക്കണം. ഇങ്ങനെ ചിന്തിക്കുന്നൊരു സമൂഹം. അത്യാവശ്യത്തിന് ലോൺ എടുക്കുന്ന ആളുകളുണ്ട്, അത് നല്ലതാണ് എന്നൊന്നും അവർക്ക് അഭിപ്രായമില്ല. അതിന് പിന്നെ എന്ത് ചെയ്യണം എന്നൊരു ചോദ്യം ഉണ്ടാകും. അതിൻ്റെ മറുപടി പറയേണ്ട ഒരു സമയമല്ല ഇപ്പോൾ. ഏതായാലും ഒരു സന്ദർഭോചിതമായി തന്നെ പറയട്ടെ. അത് ആ ഒരു സാഹചര്യം നമ്മുടെ ഓരോ നാടുകളിലും ഓരോ മഹല്ലത്തുകാർ തമ്മിലുള്ള ഒരു ഐക്യവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രദേശത്ത് ഒരാൾ വീടില്ലാത്ത ഒരാളായി ഉണ്ടെങ്കിൽ അവന് വീട് വെച്ച് കൊടുക്കുന്നതിന് വലിയ പ്രയാസമൊന്നുമില്ല. ഒരു കുറി നടത്തുക, പലിശയില്ലാത്ത, അല്ലെങ്കിൽ ചലഞ്ച് നടത്തുക, അല്ലെങ്കിൽ വായ്പ കൊടുക്കുക. ഇങ്ങനെയൊക്കെ രീതിയിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ നാട്ടിലെ സമ്പത്തുള്ള ആളുകൾ അവരെ ഒരുപാട് സമ്പത്തുകൾ
അത് ബാങ്കിൽ ഇങ്ങനെ പലിശയായി ഇങ്ങനെ മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാശൊക്കെ കുറച്ച് പാവപ്പെട്ട ആളുകൾക്ക് ഒരു വായ്പ കൊടുക്കുന്ന രൂപത്തിലേക്ക് ചിന്തിച്ചാൽ, അതിന് ഓരോ മഹല്ലുകളും അതിനൊരു പലിശരഹിത വായ്പാ സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചാൽ, ഇപ്പോൾ തന്നെ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ കീഴിൽ അങ്ങനെ ചില സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പരിചയമുള്ള പല മഹല്ലുകളും അത് നടക്കുന്നുണ്ട്. അതൊക്കെ ആലോചിച്ചാൽ നമുക്കതിങ്ങനെ ചെയ്യാവുന്നതാണ്. മഹല്ലുകാരൊന്ന് ഐക്യപ്പെട്ടാൽ, എല്ലാവരും ഒന്ന് അവരുടെ വിശ്വാസം ഒന്ന് പരസ്പരം ആർജിച്ചെടുത്താൽ ചെയ്യാവുന്നതാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വരുന്നത് അതാണ്. അങ്ങനെ ലോൺ എടുത്തുകൊണ്ട് പലിശ ഒരു ഗൗരവമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റുന്നു. അറിവുള്ളവരും ഇല്ലാത്തവരൊക്കെ ചിലപ്പോൾ ഇതിൽ ഭാഗവാക്കാകുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. എന്താണ് പലിശൻ്റെ ഒരു ഗൗരവം? നമ്മൾ ആലോചിക്കുന്നുണ്ടോ പലിശൻ്റെ ഗൗരവം എന്താണ്? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവമായി പഠിപ്പിക്കുന്ന ഒരു ആശയമാണ് പലിശ വാങ്ങരുത് എന്ന്. അള്ളാഹു പറഞ്ഞു, വഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അള്ളാഹു നിങ്ങൾക്ക് കച്ചവടം അനുവദിച്ചിട്ടുണ്ട്, പലിശയെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അത് കാരണം കച്ചവടത്തിലൂടെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാം. നിങ്ങളുടെ അടുക്കൽ 100 രൂപയുണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എങ്ങനെ വർദ്ധിപ്പിക്കും? 2 രൂപത്തിൽ വർദ്ധിപ്പിക്കാം. 1 കച്ചവടം ചെയ്തിട്ട് വർദ്ധിപ്പിക്കാം, 2 പലിശക്ക് കൊടുത്തിട്ടും വർദ്ധിപ്പിക്കാം. പലിശക്ക് കൊടുത്തിട്ട് വർദ്ധിപ്പിക്കൽ ഇസ്ലാം അനുവദിക്കണില്ല. കച്ചവടത്തിന് വേണ്ടി അത് മാറ്റിവെച്ചാൽ, അത് കച്ചവടത്തിന് ഉപയോഗിച്ചാൽ നമുക്കതിൻ്റെ വർധനവുണ്ടാകും. അതാണ് ഇസ്ലാം പറയുന്നത്. പലിശ ഗൗരവമാണ്. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വസറൂ മാ ബഖിയ മിനർ-റിബാ ഇൻ കുൻതും മുഅ്മിനീൻ ഫഇൻ ലം തഫ്അലൂ ഫഅ്സനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലി. പലിശൻ്റെ ഗൗരവമാണ്. ആയത്തിൻ്റെ അർത്ഥങ്ങളുടെ അതിൻ്റെ ആശയത്തിലേക്ക് കിടക്കുന്നതിൻ്റെ മുമ്പ് ഒരു സംഭവം പറയാം. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. ഇമാമുൽ ആളം എന്ന് ലോക മുസ്ലിങ്ങൾ ആദരവോടെ വിളിക്കുന്ന മഹാനാണ്. അള്ളാഹു അവരോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. മദ്ഹബിൻ്റെ ഇമാമാണ്, ഹനഫി മദ്ഹബിൻ്റെ ഇമാമാണ്. ഒരുപാട് സ്വഹാബിമാരുമായി സഹവസിച്ച മഹാനാണ്. ഒരുപാട് അറിവുള്ള, ഇബാദത്തുള്ള, സൂക്ഷ്മതയുള്ള മഹാനാണ്. മഹാനവറുകളുടെ സൂക്ഷ്മത മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് മഹാനവറുകളുടെ സൂക്ഷ്മത? മഹാനവറുകൾ ഒരു ദിവസം നല്ല കഠിനമായ വെയിലുണ്ട്, ആ വെയിലത്ത് നിൽക്കുകയാണ്. വെയിലിൻ്റെ അതിൻ്റെ അടുത്ത് ഒരാളുടെ വീട്ടിൻ്റെ പടിയാണ്. പടിപ്പുര എന്ന് നമ്മൾ പറയില്ലേ, പടിപ്പുര. അതിൽ കുറച്ച് തണലുണ്ട്. പക്ഷെ ആ തണൽ കൊള്ളാൻ ഇമാം അവറുകൾ തയ്യാറാകുന്നില്ല. കാരണം കുറച്ചങ്ങോട്ട് മാറിയാൽ അതിൻ്റെ ആ തണൽ കൊള്ളാൻ മഹാനവറുകൾ സന്നദ്ധനാകാതെ വെയിലത്ത് തന്നെയാണ് വിശ്രമിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വിശ്രമിക്കണം എന്ന് തോന്നിയപ്പോൾ നിന്നതായിരിക്കും. അപ്പോഴാണ് യസീദ് ബിൻ ഹാറൂൻ എന്ന് പറയുന്ന ഒരാൾ ഇമാമിനെ കണ്ടത്. യസീദ് ബിൻ ഹാറൂൻ ഇമാമിനോട് ചോദിച്ചു, അല്ലയോ മഹാനെ, കുറച്ചങ്ങോട്ട് മാറി നിന്നാൽ നിങ്ങൾക്ക് തണലിൽ ഇരിക്കാമല്ലോ. കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ
നിങ്ങൾക്ക് തണലിൽ ഇരിക്കാമല്ലോ, എന്താണ് നിങ്ങൾ തണലത്ത് ഇരിക്കാത്തത് എന്ന് ചോദിച്ചു. കാരണം തണൽ മറ്റൊരാളുടെ വീടിൻ്റെ ഇതാണ്, വീടിൻ്റെ വാതിലിൻ്റെ തണലാണ്, പടിപ്പുരയുടെ തണലാണ്. അപ്പോൾ ഇമാം പറഞ്ഞത് നമ്മളൊക്കെ ആലോചിക്കണം, ഗൗരവമായിട്ട് ആലോചിക്കണം. എന്താ ഇമാം പറഞ്ഞത്? ഇദ്ദേഹം എൻ്റെ അടുക്കൽ കടം വാങ്ങിയ ആളാണ്, എനിക്ക് അദ്ദേഹം തരാനുണ്ട്, കാശ് തരാനുണ്ട്. അപ്പോൾ എനിക്ക് കാശ് തരാനുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ വല്ല ആനുകൂല്യം പറ്റാൻ എനിക്ക് ഭയമാണ്, പേടിയാണ്. എന്താണ് അദ്ദേഹം ആ തണലത്ത് നിന്നാൽ അദ്ദേഹത്തിനൊരു നഷ്ടമല്ല. അദ്ദേഹം അതിൻ്റെ പേരിൽ ഇമാമിനോട് എന്തെങ്കിലും അനിഷ്ടം കാണിക്കൂല, ആരും കാണിക്കൂല. തണലത്ത് നിന്ന് നമ്മളാരെങ്കിലും കാണിക്കുമോ? എന്നാൽ യഥാർത്ഥത്തിൽ അയാളുടെ പടിപ്പുരയുടെ തണലാണ് താൻ. പക്ഷെ സൂക്ഷ്മത കാരണം ആ തണലത്ത് നിന്നാൽ എനിക്ക് കടം തരാനുള്ള ആളായതുകൊണ്ട് അത് പലിശ വരുമോ എന്നുള്ള ഒരു ഭയം മഹാനായ ഇമാമിനെ ആ തണലത്ത് നിൽക്കാതെ വെയിലത്ത് നിർത്തി. വെയിലത്ത് നിന്ന് എന്താണ് അവരൊക്കെ ബർക്കത്തുകൊണ്ടല്ലോ നമ്മളെ നന്നാക്കി തരും. പലിശ വാങ്ങേണ്ട ഒരു സ്ഥിതി അള്ളാഹു നമുക്ക് ആർക്കും തരാതിരിക്കട്ടെ. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യത്തിനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിൽ തന്നെ അള്ളാഹു തരട്ടെ. അതിനുള്ള ബുദ്ധിയും ആരോഗ്യവും അതിനുള്ള വഴികളൊക്കെ അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ. പ്രിയപ്പെട്ടവർ, പലിശൻ്റെ ഗൗരവമാണല്ലോ ഇമാം കാണിച്ചത്. എന്താണ് അതിൻ്റെ ഒരു ഗൗരവം? ഖുർആൻ പറയുന്നു, നോക്കൂ നിങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, സത്യവിശ്വാസികളെ, അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം, അല്ലാഹനെ ഭയപ്പെടണം. വദറൂ മാ ബഖിയ മിനദ്ദിബാ, പലിശയിൽ നിന്ന് ബാക്കിയായത് നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ ഈ പലിശൻ്റെ അതിൻ്റെ വിരോധന വരുന്നതിൻ്റെ മുമ്പ് വല്ലതും നിങ്ങളയിൽ പലിശയായിട്ട് നിങ്ങൾക്ക് കിട്ടാണ്ടതിൽ നിങ്ങളത് ഒഴിവാക്കണം, വാങ്ങാൻ പാടില്ല. ഇൻകുന്തും മുഅ്മിനീങ്ങളാണെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്നിട്ട് അള്ളാഹു പറഞ്ഞിട്ട് അതിൻ്റെ ഗൗരവം അള്ളാഹു പറയാം. ഫഇല്ലം തഫ്അലൂ, നിങ്ങളങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, എങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, അഥവാ നിങ്ങൾക്ക് നേരത്തെ കിട്ടാനുള്ള പലിശ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ, നേരത്തെ കിട്ടാനുള്ളതാണ്, പലിശ ഇനത്തിൽ കിട്ടാനുള്ളതാണ്, അത് നിങ്ങളെങ്ങാനും വാങ്ങുകയാണെങ്കിൽ അള്ളാഹു പറയാണ് ഫഅ്സനൂ ബിഹറബിൻ മിനല്ലാഹി വറസൂലി, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നുമുള്ള യുദ്ധം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, യുദ്ധം കൊണ്ട് മുന്നറിയിപ്പ് നൽകുക. ഫഅ്സനൂ, നിങ്ങൾ മുന്നറിയിപ്പ് നൽകിക്കൊള്ളൂ. അവരോട് യുദ്ധം ചെയ്യാനുണ്ട്, അവരോട് യുദ്ധം ചെയ്യേണ്ടി വരും, അള്ളാഹുവും റസൂലും അവരോട് യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എത്ര ഗൗരവമാണ് ആ പലിശൻ്റെ ഒരു പ്രശ്നം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പലിശ വളരെ അപകടമാണ്, ഗൗരവമാണ്. പടച്ചോനെ, ദുആക്ക് ഉത്തരം കിട്ടാത്തൊരു സാഹചര്യമാണ്. പലിശൻ്റെ മുതൽ ഭക്ഷിച്ചാൽ ദുആക്ക് ഉത്തരം കിട്ടൂല. അതാണ് വല്ലാത്തൊരു വിഷമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ പലിശൻ്റെ വിഷയം പറയാനല്ല, ഇമാം അവറുകളുടെ സൂക്ഷ്മത, ഇമാം അബൂ ഹനീഫ റഹിമത്തുള്ളാഹി അലൈഹി തങ്ങളുടെ സൂക്ഷ്മത പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അവരെയൊക്കെ ബർക്കത്തോട് നമ്മൾ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആമീൻ. എല്ലാവരും ദുആ ചെയ്യണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.